കേരളം നവകേരള സദസ് രക്ഷാപ്രവർത്തനം കരിങ്കൊടി. ഇതിങ്ങനെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുക, ഒരു ലൂപ്പ് പോലെ. ബസ്സിന്റെ മുന്നിൽ കരിങ്കൊടിയായിട്ട് ചാടുന്നു, രക്ഷാപ്രവർത്തന ആളുകൾ വരുന്നു, അടിച്ച് സൈഡാക്കുന്നു, വീണ്ടും ചാടുന്നു, വീണ്ടും വരുന്നു, രക്ഷാപ്രവർത്തനം നടത്തുന്നു, അടിച്ച് സൈഡാക്കുന്നു. ഇതൊരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് SFI ഗവർണർക്ക് കരിങ്കൊടി കാണിക്കുന്നു. നേതാക്കന്മാർ എയറിൽ തൂങ്ങി പോകുന്നു. SFIയുടെ നമ്മുടെ ആർഷോ, PM ആർഷോ ഇന്ന് ദശമൂലം ദാമൂനെ പോലെ തൂങ്ങിപ്പോകുന്നതാണ് കണ്ടത്. എന്നിട്ട് മൂപ്പരുടെ മറ്റേ ഡയലോഗ്, ഞാൻ SFIയുടെ നേതാവാണ്, എന്നെ ആരടാ തൂക്കിയെടുക്കണേന്ന് ചോദിച്ചിട്ട് പോലീസുകാർക്ക് നേരെ. പോലീസുകാരുടെ ഭയഭക്തി ബഹുമാനമുണ്ട്, അത് ഞാനിവിടെ വേറെ സൈഡിൽ വയ്ക്കുക. സാധാരണക്കാരനെ കിട്ടിക്കഴിഞ്ഞാൽ അടിച്ചൊതുക്കുന്ന പോലീസ് ആർഷോൻ്റെ അടുത്ത് ഒന്ന് വാ ആർഷോ, അയ്യോ എന്തൊരു ക്യൂട്ട്നെസ്സാ വെളിയിൽ, അതവിടെ വയ്ക്കാം. ഇന്ന് ഞാൻ വേറൊരു കാഴ്ച കണ്ടത്. നമ്മൾ കാണുന്നുണ്ട്, ജനങ്ങൾ കാണുന്നുണ്ട്, മുഖ്യനൊന്നും കാണുന്നില്ല, അത് വേറെ കേസ്. നമ്മൾ ഇന്ന് എല്ലാവരും ഒരു വീഡിയോ കണ്ട് കാണും. ഭിന്നശേഷിക്കാരെ പോലും വെറുതെ വിടാതെ പാർട്ടി ഗുണ്ടകൾ. ഇത് കോൺഗ്രസിൻ്റെ ഒരു പേജിൽ വന്നതാണ്, ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ. ഇവരെന്തിന് ഈ വീഡിയോ ഇട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനകത്ത് ഇവർ സാഡ് BGM ഒക്കെ ഇട്ടിട്ടുണ്ട്, അനിരുദ്ധിൻ്റെ BGM ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഡേയ്, നിങ്ങൾക്ക് ഇത്ര സങ്കടമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊണ്ടൊന്ന് ഈ കരിങ്കൊടി ഉടുപ്പിച്ച് അവിടെ കൊണ്ടുപോയി നിർത്തിക്കല്ലേ. നിങ്ങൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോടാ പറയുന്നത്, നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് ഇത്തിരിയെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് കരിങ്കൊടി കാണിക്കുക ബസ്സിന്. ഞാനൊന്ന് കാണട്ടെ. ഒരു VD സതീശനോ, ഒരു സുധാകരനോ, ഒരു രാഹുൽ മാങ്കൂട്ടത്തിലോ, ഒരു ഷാഫി പറമ്പിലോ നിങ്ങൾ പോയിട്ട് ആ ബസ്സിന് കരിങ്കൊടി കാണിക്കുക. എന്തിനാ നിങ്ങൾ ഈ പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞേക്കുന്നത്? യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, മറ്റേ പ്രവർത്തകർ, എന്തിനാ ഈ പ്രവർത്തകരെന്തിനു പറഞ്ഞേക്കുന്നത്? നിങ്ങൾ ലീഡേഴ്സ് മുന്നിൽ നിന്നിട്ട് കരിങ്കൊടി കാണിക്കുക. രക്ഷാപ്രവർത്തനത്തിന് ആളോടി വരുമോ നമുക്കൊന്ന് കാണാമല്ലോ. ഇതെന്തോന്നാണ് സെന്റിമെന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ അടി വാങ്ങാൻ കുറെ ആളുകൾ, അടിമകൾ, കോൺഗ്രസിന്റെ അടിമകളെ പറഞ്ഞേക്കുക നിങ്ങൾ. അല്ല, ഇത് കാണുന്ന ജനങ്ങൾ, ഞാനൊരു ഈ പറഞ്ഞ പോലെ കോൺഗ്രസ്സുകാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ BJPക്കാരനോ അല്ല, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയമല്ല. പക്ഷേ എൻ്റെ കണ്ണിലൂടെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലായിടത്തും സെന്റിമെന്റ്സ് ഓട്ടാക്കണം. ഇങ്ങനത്തെ ഉടായ്പ പരിപാടികൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വൻ ഷോ. പേജിലിട്ടിക്കുക സെന്റിമെന്റ്സ് അടിച്ചിട്ട് മറ്റേ എന്ന് പറഞ്ഞിട്ട്. എന്ത് ഗതികേടത്? പാവം, അയാൾക്ക് അടി കിട്ടി സൈഡായി അങ്ങേര്. ഈ ഒരു വ്യക്തിയെ അടിച്ചവൻ, അവൻ ഏതാടാ പടുബാബി? അവൻ ഏതാവൻ? ഓടി വന്നിട്ട് ആ പാവ ആ മനുഷ്യനിട്ട് ചവിട്ടുന്നു, നെഞ്ചത്ത് കാരണഭൂതന്റെ മറ്റേ ഫോട്ടോയും വെച്ചിട്ട്. ഇവനൊന്നും ക്യാപ്സ്യൂൾ അടിച്ചൊരു അന്തം ബോധം ഇല്ലാതായിപ്പോയോ? കണ്ണ് കാണുന്ന ആരെടുത്തിട്ട് ചാമ്പാന്നാണോ? ആരാ എന്താന്നില്ല. പോലീസുകാരോട് ഞങ്ങൾ രക്ഷാപ്രവർത്തനം നടത്താൻ, ഞങ്ങൾക്ക് മാത്രമാണ് രക്ഷാപ്രവർത്തനം, നിങ്ങൾ മാറുമെന്ന് പറഞ്ഞിട്ട് ആ പാവത്തിന് കൊണ്ടുവന്ന് നോക്കി അയാളെ നടുമ്പുറത്ത് ചവിട്ടുക. ഉളുപ്പും നാണോ മാനുണ്ടോ അവനൊക്കെ? പാർട്ടിക്ക് വേണ്ടി ക്യാപ്സ്യൂൾ അടിച്ച് എന്ത് അന്തംഗമിത്തരം ചെയ്യാന്ന് പറഞ്ഞിരിക്കണം ഒരു ടീം ഒരു സൈഡിലും, പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്നതിനനുസരിച്ച് കരിങ്കൊടി എടുത്ത് ചാടി വണ്ടീൻ്റെ മുന്നിൽ ചെന്നിട്ട് ജീവൻ കളയാൻ വേറെ കുറേ ടീം ഇപ്പുറത്തും. ഞങ്ങൾ സാധാരണക്കാർ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളും മണ്ടന്മാരും എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുക. അല്ലാതെ എന്ത് പറയാൻ പറ്റും നമുക്ക്? നമ്മളെ മുന്നിൽ കാണുന്ന രാഷ്ട്രീയം ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. കുറേ എണ്ണം കരിങ്കൊടി കാണിക്കാൻ നടക്കുന്നു, കുറേ എണ്ണം അടി വാങ്ങാൻ നടക്കുന്നു, കുറേ എണ്ണം അടിക്കാൻ നടക്കുന്നു. ഇവന്മാരുടെ മുകളിലൊക്കെ ഉള്ള രാജാക്കന്മാർ, നേതാക്കന്മാർ ഒന്നിനുമില്ല. മുഖ്യമന്ത്രിയാണെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, പിന്നെ മൂപ്പരെ കണ്ണിൽ ഒന്നും കാണൂല. രക്ഷാപ്രവർത്തനം മൂപ്പരെ കണ്ണിൽ കാണും, വണ്ടീൻ്റെ മുന്നിൽ അട്ട വയ്ക്കാൻ വരിക എന്നുള്ളത് മൂപ്പരെ കണ്ണിൽ കാണും. ഈ വരുന്ന ആളുകളെ അടിക്കുന്നത് ഇങ്ങനെ കാണില്ല. മൂപ്പരെ ഗൺമാൻ 2 ദിവസം മുമ്പ് മറ്റേ ചാടി ഇറങ്ങി റോക്കി ബായ് കളിച്ചിട്ടുണ്ടായിരുന്നു കാറിനകത്തുനിന്ന്, അതങ്ങേര് കണ്ടില്ല. ഗൺമാൻ തല്ലുന്നത് കണ്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കാണില്ല, എങ്ങനെ മുഖ്യമന്ത്രി കാണും? മുഖ്യമന്ത്രിൻ്റെ കണ്ണിൽ അങ്ങനത്തെ കാഴ്ചകളൊന്നും കാണില്ല. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം, അതാണല്ലോ സെറ്റപ്പ്. എന്നാണെങ്കിലും ഇങ്ങനെ അടി വാങ്ങലും അടി വാങ്ങാൻ വേണ്ടി പോയി നിൽക്കലൊക്കെ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ VD സതീശൻ വന്ന് പറയുന്നുണ്ട്, ഗൺമാൻമാർ നാട്ടിലിറങ്ങി നടക്കില്ല, അവരുടെ വീടും നാടും ഞങ്ങൾക്കറിയാം. VD സതീശൻ എങ്ങനെ ഇരിക്കുന്നു? ഒരു സൈഡിൽ നിന്ന് ഒരു ടീം ഗുണ്ടായിസ് അഴിച്ചു വിടുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പോൾ ആ ടീമും തുടങ്ങി. ഈ പറഞ്ഞ നവകേരള സദസ്സ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പേരിൽ, കരിങ്കൊടിയുടെ പേരിൽ എത്ര പേരുടെ ജീവൻ പോവുമാവും?
ഇനി അതാണ് നടക്കാൻ പോകുന്നത്, ആണ് എനിക്ക് തോന്നുന്നത്. ഇതിനിടയിൽ പഴയ പോസ്റ്റുകൾ കുത്തിപ്പൊങ്ങി വരുന്നുണ്ട്. ഇഷ്ടംപോലെ പഴയ പോസ്റ്റുകൾ കുത്തിപ്പൊങ്ങി വരുന്നുണ്ട്. വിദ്യാർത്ഥി സംഘടനകളുടെ ഇതേപോലെയുള്ള കരിങ്കൊടി കാണിക്കലും സ്ട്രൈക്കും ഒക്കെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നടന്നപ്പോൾ തോക്കെടുത്ത് വന്ന പോലീസായിരുന്നു, അത് നിങ്ങൾ മറക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചളി വാരി എറിയലുകളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള രാഷ്ട്രീയ നാടകങ്ങളൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്, ജനങ്ങൾ കാണുന്നുണ്ട്. പ്രൊട്ടക്റ്റീവായിട്ട് ജനങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? സീരിയസ് ആയിട്ട് ചോദിക്കുക, എന്തെങ്കിലും നിങ്ങൾ ചിന്തിക്കും പ്രൊട്ടക്റ്റീവായിട്ട് എന്ത് കിട്ടുന്നുള്ളത്? ഒരു ടീം കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഭരിക്കുന്നവർ ഈ പറഞ്ഞ ആളുകളുടെ പ്രശ്നങ്ങൾ അറിയാനാന്ന് പറഞ്ഞിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രശ്നത്തിന് പരിഹാരം നടക്കുന്നുണ്ടോ? പ്രശ്നങ്ങൾ കൃത്യമായ സ്ഥലങ്ങളിൽ എത്തുന്നുണ്ടോ? പ്രശ്നത്തിൻ്റെ എണ്ണം കൂടി, മോനെ ഇതാ കംപ്ലൈൻറ്റ് കിട്ടുന്നതിൻ്റെ എണ്ണം കൂടി എന്ന് പറഞ്ഞിട്ടാണ് അവർ ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ ഭരിക്കുന്ന നാട്ടിൽ ഇത്രത്തോളം ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നുന്ന ഭരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അങ്ങനെ ഒരു പാർട്ടി ഒരു സൈഡിൽ, ഇപ്പുറത്തെ ഒരു പാർട്ടി ഇനിയിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുവടേ, കരിങ്കൊടി കാണിക്കില്ല, നമുക്ക് വേറെ വഴിയില്ല, എന്നാൽ കുറച്ച് അണികളെ പറഞ്ഞേക്കാം. നേതാക്കന്മാരൊന്നും എപ്പോഴെങ്കിലുമൊക്കെ വായ തുറന്നു ഇതുപോലെ വായ തുറന്നു എന്നായി, അല്ലെങ്കിൽ ഇവരില്ല. നീ മറ്റേ ന്യായം പറഞ്ഞ് വരാൻ പാടില്ല കേട്ടോ കോൺഗ്രസ്സുകാർ, സീരിയസ് ആയിട്ട് പറയുക. ഏത് അണികളകത്ത് പോയാൽ പുറത്തിറക്കാൻ ഇവിടെ നേതാക്കന്മാർ വേണ്ടേ, അതുകൊണ്ടാണ് നേതാക്കന്മാർ ഇറങ്ങാത്തത്. നേതാക്കന്മാർ ഇറങ്ങേണ്ട സമയത്ത് നേതാക്കന്മാർ ഇറങ്ങണം. ഇതിന് അണികളെ തല്ലു വാങ്ങാൻ പറഞ്ഞേക്കണേ, എന്നിട്ട് സാഡ് BGM ഇട്ടിട്ട് സ്വന്തം പേജിലിട്ട് കളിക്കാനാ? എന്ത് നാടയുടെ ഇത് എനിക്ക് മനസ്സിലാവണില്ല സീരിയസ് ആയിട്ട്. കൊള്ളാം. ഞാൻ ഇനിയും പറയുന്നത് എന്താ അറിയോ, രാഷ്ട്രീയ പ്രവർത്തനവും പരിപാടികളൊക്കെ അയക്കുമോ, രാഷ്ട്രീയമുള്ളവർക്ക് അതുമായിട്ട് മുന്നോട്ട് പോവാം, നോ വറീസ്, അവനവൻ്റെ പേഴ്സണൽ താല്പര്യമാണ്. പക്ഷേ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി ജീവൻ കളഞ്ഞ് വല്ല വണ്ടീനെ മുന്നിൽ പോയിട്ടോ അപ്പോൾ ഒരു പോലീസുകാരൊക്കെ ഒരു അടി മാറി വല്ല തലയ്ക്കോ മൂക്കിലും കൊണ്ട കണ്ണും പോവും കാതും പോവും, തലയ്ക്കും അടി കിട്ടിയ വേറെ വല്ല സീനുമായി കിടന്നു കഴിഞ്ഞാൽ ആർക്കും പോയുടെ ഈ ലൈഫ്? ഈ പറയുന്ന നേതാക്കന്മാർ ആരെങ്കിലും ഈ സാധനം പിടിച്ച് തുള്ളാൻ വരുന്നുണ്ടോ? ഉണ്ടാ? ഇല്ല. ഗതികെട്ട നാടും ആ നാട്ടിലൊരു നവകേരള സദസ്സും. ഇതിനിടയിൽ ഞാൻ പറയാൻ പോയൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. മറിയക്കുട്ടി ചേച്ചി, ഇവരാരുടെ ഈ പറഞ്ഞയച്ച കരിങ്കൊടിക്ക് വരാൻ ആ പാവ അമ്മ അവിടെ കറുത്ത ബ്രേസിയർ പൊക്കി കാണിച്ചിട്ടുള്ളത്. ഇതൊക്കെ ആരോ കുത്തി വിടുകയാണ്, ഇവരെ കുത്തി എഴുന്നേപ്പിച്ച് വിടുകയാണ്. പോ കാണിക്കുന്നു പറഞ്ഞിട്ട്. ഭാഗ്യം രക്ഷാപ്രവർത്തകരാരും കണ്ടില്ല. രക്ഷാപ്രവർത്തകർ കണ്ടാൽ പിന്നെ കാര്യമില്ല, കാരണം അമ്മയുടെ പ്രായമാണെന്നൊന്നും അവർ നോക്കില്ല, അവർ രക്ഷാപ്രവർത്തനം തുടങ്ങും. എന്തൊരു ഗതികേട് എന്ന് ആലോചിച്ച് നോക്കും. 36 മൺചട്ടി എടുത്ത് പെൻഷന് വേണ്ടി നിന്ന സമയത്തൊക്കെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ പോയി. ഇതിപ്പോൾ ഈ ഒരു അമ്മേനെ വെച്ചിട്ട് ഇത് പ്രഹസനം കാണിക്കുന്ന അവസ്ഥയ്ക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. അതുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ കളികൾ എത്രത്തോളം ഉള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ഗതികെട്ട നാട്ടിൽ ഇവർക്ക് എന്ത് പ്രഹസനം കാണിച്ചാലും കുഴപ്പമില്ല, ആരുടെ തല പോയാലും കുഴപ്പമില്ല, വോട്ട് കിട്ടണം. അതാണ് നാട്ടുകാർക്ക് നല്ലത് കാണുന്നല്ലോ, വോട്ട് കിട്ടണം.